ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ തിരുമേനി പറയണേ ഈ പട്ടുവസ്ത്രം കുട്ടിയുടെ അമ്മ തന്നെ സമർപ്പിക്കണം. ഇത് കേൾക്കുമ്പോ എല്ലാവരുടെ മുന്നിൽ നിന്നും ഇത് ശാലിനി എങ്ങനെ ചെയ്യുന്നുള്ള ടെൻഷനിലാണ് ശ്യാമ നിൽക്കുന്നത്. ശാലിനിക്കും നല്ല ടെൻഷനുണ്ട്. അവരിങ്ങനെ പരസ്പരം നോക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സുസ്മിത മനസ്സിൽ വിചാരിക്കും, കൊച്ചിന്റെ അമ്മയ്ക്ക് എല്ലാം കണ്ടു നിൽക്കാനുള്ള യോഗം മാത്രമേ കാണുന്നുള്ളൂ തിരുമേനി. അനുഭവ യോഗമില്ല. മുന്നിൽ നിൽക്കുന്ന പോറ്റമ്മയ്ക്ക് ഇതെല്ലാം ഉണ്ട് താനും. പെറ്റമ്മ കൊടുക്കോ പോറ്റമ്മ കൊടുക്കോന്ന് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പാർവതി ദേവിക്ക് പോലും അറിയില്ല ഇതാര് തനിക്ക് തരുമെന്ന്. കിട്ടിയാ കിട്ടി, അതാണ് അവസ്ഥ. ഇതേ സമയം ശ്യാമയും ശാലിനി ഇങ്ങനെ പരസ്പരം നോക്കുന്നതും അവരുടെ മുഖത്ത് ആ ടെൻഷനൊക്കെ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശാലിനിയെ നോക്കിക്കൊണ്ട് ശ്യാമ മനസ്സിൽ വിചാരിക്കും, എന്റെ കുഞ്ഞേച്ചി, പവിത്രമായ ഈ ചടങ്ങ് ഞാനായിട്ട് ചെയ്ത് എന്തിനാ ദേവി കോപം വാങ്ങി വെക്കുന്നത്? വന്നീ ചടങ്ങ് ചെയ്യേ, സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. ഇങ്ങനെ നിന്ന് ഉരുകുന്നതിനേക്കാളും ഭേദം എല്ലാവരും അറിയട്ടെ. ഈ സമയം ശാലിനി മനസ്സിൽ പറയും, ശ്യാമേ, ഇത് പരീക്ഷണമാണ്. ഈ സന്ദർഭത്തില് തകർന്നു പോകരുത്. പോയാൽ നഷ്ടങ്ങൾ അനവധിയാ. ഒരു വാശിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നീട് ഒരിക്കലും ഈ നഷ്ടങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല. അതുകൊണ്ട് ചടങ്ങ് നടക്കട്ടെ, മറ്റൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട എന്നിങ്ങനെ വിചാരിച്ചിട്ട് ശ്യാമയെ നോക്കിയോണ്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കണേ. ശ്യാമ ഇങ്ങനെ ചെയ്യൂലെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് ശാലിനിയോട് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയും. ഇതെല്ലാം വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ നോക്കുന്നത് ശാലിനിക്ക് മനസ്സിലാവാ. ശാലിനി പിന്നെയൊന്നും പറയാണ്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ സുസ്മിത മനസ്സിൽ വിചാരിക്കും, അങ്ങനെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കെ ആ അമ്മ ചെയ്യേണ്ട ഒരു പുണ്യകർമ്മം, അതും സ്വന്തം മോളുടെ ജീവന് വേണ്ടിയുള്ള പവിത്രമായ ചടങ്ങ്, അതിലും ചേച്ചി അനുജത്തെയും കൂടെ വെള്ളം ചേർത്തിരിക്കുന്നു. പപ്പിയെ നോക്കിക്കൊണ്ട് പറയുക, ആ കൊച്ചിനെ കൊലക്കി കൊടുക്കുന്നതിന് തുല്യം. ഇത് ചെയ്തു കഴിയുമ്പോ അമ്മയും കുഞ്ഞമ്മയും കൂടെ ഇരുന്ന് ചെയ്തു പോയ തെറ്റോർത്ത് കെട്ടിപ്പിടിച്ച് കരയുമായിരിക്കും. അതിനൊന്നും ആ കൊച്ചിന്റെ ആയുസിനെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. വെറുതെ ഒരു ഹോമം നടത്തി സത്യമ്മയുടെ ക്യാഷും കളഞ്ഞു. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും തിരുമേനിയെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിനു ശേഷം ആ താലം, അതായത് ആ പട്ടുവസ്ത്രം എടുക്കുക. ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണുമ്പോ സുസ്മിത പറയും, നിന്നെ ഇങ്ങനെ നോക്കുകുത്തിയായി നിർത്തിയത് ഈ സുസ്മിതയടി. ഈ ഹോമത്തിന്റെ അവസാന ചടങ്ങ് നീ നടത്തേണ്ടതാ. അത് നടത്താൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഹോമം കൊണ്ട് നിന്റെ മോൾക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. തിരുമേനി പറയും, ആചാരവിധിപ്രകാരം കുട്ടിയുടെ അമ്മ ദേവിക്ക് പട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതങ്ങ് സമർപ്പിക്കുക. അപ്പോഴും ശ്യാമ വാങ്ങിക്കാൻ മടിച്ച് ശാലിനിയോട് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കണ്ടോണ്ട് കാണിക്കുന്നുണ്ട്. ശാലിനി ആ കയ്യിലെ ചരട് ഇങ്ങനെ മറച്ചു കെട്ടിയിരിക്കണേ. സുസ്മിത മനസ്സിൽ പറയും, ഇപ്പൊ ഇവിടെ ജയിച്ചു നിൽക്കുന്നതേ ഞാനാ. ചരട് നീ കയ്യിൽ കെട്ടി ജയിച്ചിരിക്കാം, പക്ഷെ ഈ തട്ട് അത് നീ ദേവിക്ക് മുന്നിൽ വെക്കില്ലടി. വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതേ സമയം ശ്യാമ ഇങ്ങനെ ശാലിനിയെ നോക്കി വാങ്ങിക്കാതെ നിൽക്കണേ. സത്യഭാമ പറയും, ശ്യാമേ വാങ്ങിക്കേ. അപ്പോഴും ശാലിനിയെ നോക്കുകയാണ് ശ്യാമ. ശാലിനി ഇങ്ങനെ കണ്ണുകൊണ്ട് വാങ്ങിക്കുന്ന ഇങ്ങനെ കാണിക്കുന്നതും ശ്യാമ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നതെല്ലാം വിഷ്ണു നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണു നോക്കുന്നത് ശാലിനി കാണുന്നുണ്ട്. അങ്ങനെ ടെൻഷനോട് കൂടിയാണ് ശ്യാമ വന്ന് തിരുമേനിയുടെ കയ്യിൽ നിന്ന് ആ പട്ട് വാങ്ങിക്കുന്നത്. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സമർപ്പിച്ചോളൂ. ഈ സമയം ശ്യാമ അത് വാങ്ങിച്ചിട്ട് പേടിച്ചുകൊണ്ട് ഇങ്ങനെ ശാലിനിയെ നോക്കും. അപ്പോഴും വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ തിരുമേനി പറയും, സമർപ്പിച്ചോളൂ. അങ്ങനെ ശ്യാമ ആ ഹോമത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ ചെയ്യാ. യാഥാർത്ഥ്യത്തിൽ അങ്ങനെ വന്നോന്നറിയില്ല. എന്തായാലും ശ്യാമ ഇങ്ങനെ തലചുറ്റി വീഴാൻ നിൽക്കുമ്പോഴേക്കും ശാലിനി ശ്യാമേ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് ആ താലം വാങ്ങിക്കും. ഇത് കാണുന്ന വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവാണേ. അപ്പോഴേക്കും ശ്യാമ തല കറങ്ങി അങ്ങ് താഴെ വീഴും. ഇത് കാണുന്ന സുസ്മിതയെ അങ്ങ് ഞെട്ടിപ്പോവാണേ. രോഹിത്തും സത്യഭാമയും പപ്പിയൊക്കെ ശ്യാമേനെ ശ്രദ്ധിക്കണേ. വിഷ്ണു ആണെങ്കിൽ ശാലിനി ഇത് കയ്യിലും പിടിച്ചു നിൽക്കുന്നുണ്ട് ഞെട്ടിലോടെ നിൽക്കുക. ഭാമ ശ്യാമേ മോളെ എന്നിങ്ങനെ വിളിക്കുക. രോഹിത്ത് വേഗം ശ്യാമയെ മടിയിൽ കിടത്തുന്നുണ്ട്. ശ്യാമ കണ്ണടച്ച് കിടക്കുക. അങ്ങനെ എല്ലാവരുടെ ശ്രദ്ധയും അങ്ങോട്ടാവുന്ന ആ സമയത്ത് ശാലിനി ആകെ ഞെട്ടല് നിൽക്കണേ. ഇത് കയ്യിൽ വന്നതിന്റെ ശേഷം ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം മനസ്സുരുകി മോളെ ജീവനോടെ വേണമെന്ന് കരഞ്ഞ് അപേക്ഷിക്കുന്ന ആ ഒരു രീതിയില് ആ താലം അവിടെ വെക്കണേ. ആ പട്ട് ആ ഹോമത്തിന് സമർപ്പിക്കണേ. ഇത് കാണുന്ന വിഷ്ണു ഇങ്ങനെ ഞെട്ടി നിൽക്കുക. എല്ലാം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ തിരുമേനിയെ ഇങ്ങനെ ദയനീയമായി ശാലിനി നോക്കുന്നുണ്ട്. സുസ്മിത വിചാരിക്കും, ഇനി ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. സത്യമേ നേരിൽ കണ്ടു തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതേ സമയം പപ്പി പറയും, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം സത്യമേ, ആ മോള് ചെല്ല് എന്ന് പറയുമ്പോ പപ്പി അവിടുന്ന് വെള്ളം എടുക്കാനായിട്ട് പോവാണേ. ഈ സമയം അതവിടെ സമർപ്പിച്ചതിന് ശേഷം ശാലിനിയും ശ്യാമേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. വിഷ്ണു അപ്പോഴും ശാലിനിയാണ് ശ്രദ്ധിക്കുന്നത്. ശ്യാമയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ശാലിനിക്ക് അറിയാലോ. അതുകൊണ്ട് അത്രയ്ക്ക് ടെൻഷനൊന്നും ശാലിനിയുടെ മുഖത്ത് കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അമ്മേ എന്ന് വിളിച്ച് സത്യ ഓടി വരുന്നത്.
ഇതും വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താന്നുള്ള രീതിയിൽ ശാലിനി നോക്കുമ്പോ സത്യ പറയും, അമ്മേ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി, എന്റെ അച്ഛൻ ഉടനെ വരും. ഇത് കേൾക്കുമ്പോ ശാലിനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇങ്ങനെ വിഷ്ണുവിനെ നോക്കും. എല്ലാം കേട്ട് വിഷ്ണു നിൽക്കുന്നുണ്ടല്ലോ. വിഷ്ണുവിന് ചിലതെല്ലാം മനസ്സിലായിട്ടുണ്ട്. സത്യനെയും പിന്നെ പപ്പിക്ക് വേണ്ടി ശാലിനി അത് അവിടെ വെച്ചതെല്ലാം വിഷ്ണു ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുക. അങ്ങനെ പപ്പിക്ക് വേണ്ടിയുള്ള കർമ്മം ശാലിനി തന്നെ അവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. സുസ്മിത ചേന്ന് പറഞ്ഞ അവിടെ അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. സത്യ നല്ല സന്തോഷത്തില് കുറച്ച് പൂക്കളുമായിട്ട് പൂജാ റൂമിൽ നിൽക്കണേ. ഭഗവാനെ, ഇന്ന് എന്റെ അച്ഛൻ എന്നെ കാണാൻ വരുന്ന ദിവസമാണ്. ഞാൻ എങ്ങനെയാ അച്ഛനെ സ്വീകരിക്കേണ്ടത്? എന്താ ഞാൻ എന്റെ അച്ഛന് കൊടുക്കേണ്ടത്? ആദ്യമായിട്ട് ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവാണ്. അച്ഛൻ എങ്ങനെയാ ഇരിക്കുന്നേ? എന്നെ കാണുമ്പോ സ്നേഹത്തോടെ ഓടി വരുമോ, അതോ ഗൗരവക്കാരനാണോ? എനിക്കറിയില്ല. അച്ഛനെ ഓർക്കാൻ ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിലില്ല. പക്ഷെ എന്നാലും എന്റെ മനസ്സ് നിറയെ എന്റെ അച്ഛനാണ്. ഭഗവാൻ അറിയോ, എന്റെ അച്ഛനെ സ്വീകരിക്കാൻ ചിലതൊക്കെ ഞാനിവിടെ ചെയ്തു വെക്കുന്നുണ്ട്. അച്ഛൻ വരുമ്പോ അച്ഛൻ ഞെട്ടണം. ഈ മോളുടെ സ്നേഹം മുഴുവനും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് സത്യമോള് കാണിക്കും. അതെ, അച്ഛൻ ദേഷ്യക്കാരനൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നതിന് എന്നെ വഴക്കൊന്നും പറയില്ലല്ലോ. ഇഷ്ടം കൊണ്ടല്ലേ. അച്ഛനെ ഇഷ്ടപ്പെടുത്താൻ എന്തൊക്കെയാ വേണ്ടതെന്നറിയാത്ത എന്നാ വല്ലാത്തൊരു സന്തോഷത്തിലാ ഞാൻ. എന്നാ പിന്നെ ഞാൻ പോയി അച്ഛനെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെക്കട്ടെ. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്ന് കുറച്ച് പൂക്കളെ ഞാൻ ഭഗവാനും വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് അച്ഛനെ വരവേൽക്കാൻ വേണം. ഞാൻ ഒരുക്കങ്ങളൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം വേഗം അതും കൊണ്ട് പോവണേ. പിന്നീട് ചെയ്യുന്നത് ഉമ്മർത്ത് അവിടെ ആ സ്റ്റെപ്പിന്റെ മുകളില് കാര്യമായിട്ട് പെൻസിലും ചോക്കും സ്കെയിലൊക്കെ വെച്ച് വെൽക്കം എന്ന് എഴുതുന്നുണ്ട്. പിന്നീട് അവിടെ എഴുന്നേറ്റ് പോയി കുറച്ചുകൂടി പൂക്കളൊക്കെ എടുത്തോണ്ട് വരും. അപ്പോഴായിരിക്കും ശാരദാമ്മ വരുന്നത്. ആഹാ, സത്യമോൾ എന്തോ കാര്യമായിട്ട് എഴുതുവാണല്ലോ. എന്താ ഇത്രയ്ക്ക് കാര്യമായിട്ട് വരയ്ക്കുന്നേ? അതൊക്കെ ശാരദാമ്മ കണ്ടോ? വരച്ചു കഴിയുമ്പോ ശാരദാമ്മ ഞെട്ടും. ശാരദാമ്മ പറയും, ആഹാ അങ്ങനെയാണോ, എന്നാ പിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല, മോള് വരച്ചോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കണേ. വെൽക്കം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കണേ. എന്നിട്ട് പറയും, ആഹാ കുറെ പൂക്കളുണ്ടല്ലോ, ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ചു? പല സ്ഥലത്തുനിന്ന് ഞാൻ സംഘടിപ്പിച്ചതാ, ആവശ്യത്തിന് കിട്ടി. ശാരദാമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇതെന്താ പൂക്കളാണോ? അല്ല, അതിന് ഓണം വരണ്ടേ? സത്യം പറയും, പൂക്കളൊന്നും അല്ല എന്റെ ശാരദാമ്മേ. ഞാൻ പറഞ്ഞില്ലേ ഇത് വരച്ചു കഴിയുമ്പോ ശാരദാമ്മ ഞെട്ടുന്ന്. ഹോ ശരി, എന്നാ ഇനി ശാരദാമ്മ ഒന്നും പറയുന്നില്ലേ, വരച്ചു കഴിയുമ്പോ നോക്കാം എന്ന് പറഞ്ഞു ശാരദാമ്മ ഇരിക്കുക. അപ്പോഴേക്കും ഉറക്കത്തിന് എഴുന്നേറ്റ് ശാലിനി അങ്ങോട്ട് വരും. ഇതെന്താ അമ്മേ, ഇവളെ മുറ്റത്ത് പൂക്കളെ ഇടുന്നു, ഇവൾക്ക് ഇത്ര വേഗം ഓണായോ? ശാരദാമ്മ പറയും, വരച്ചു കഴിയുമ്പോ ഞെട്ടുന്നൊക്കെ അവള് പറയുന്നത്. ശാലിനി പറയും, ഹോ. ശാരദാമ്മ പറയും, എന്തായാലും പൂക്കളൊക്കെ പറിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാണിക്കുന്നതും കഷ്ടപ്പാട് തന്നെയാ. ശാലിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവളിത് എന്തായി വരയ്ക്കുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോ സത്യ പറയുന്നുണ്ട്, ചവിട്ടല്ലേ. ശാലിനി പറയും, ഞാൻ ചവിട്ടിയിട്ടില്ല. വെൽക്കം. ഇതെന്തിനാ ഈ വെൽക്കം എഴുതുന്നത്? അപ്പൊ സത്യ പറയും, ഇന്നെന്റെ അച്ഛൻ വരും അമ്മേ, അച്ഛനെ എതിരേൽക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോ ശാലിനിയുടെ ആ മുഖത്തുണ്ടായിരുന്ന ആ സന്തോഷം പോകും. ശാരദാമ്മേനെ ഇങ്ങനെ നോക്കും. രണ്ടാളുടെ മുഖത്തും ഒരു വിഷമമുണ്ട്. സത്യ നല്ല സന്തോഷത്തിലാ. ഇന്നലെ രാത്രിയിലെ സത്യമോള് ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ അച്ഛനെ സ്വീകരിക്കുന്നുള്ള ആലോചനയിലായിരുന്നു. ഒടുവിലാ വെൽക്കം എഴുതി അച്ഛനെ സ്വീകരിക്കാന്ന് തീരുമാനിച്ചത്. എങ്ങനെയുണ്ട്, അച്ഛന് ഇഷ്ടപ്പെടുവോ? ഇതിനെ മറുപടി ഒന്നും പറയാനാവുന്നില്ല ശാലിനിക്ക്. ശാലിനിയെ വരാന്തയിലേക്ക് തന്നെ കയറും. ശാരദാമ്മയുടെക്കും എന്താ ഇവളോട് പറയേണ്ടത്? ഈ സന്തോഷം കാണുമ്പോ ഒന്നും പറയാനും തോന്നുന്നില്ല. ശാരദാമ്മയും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സത്യ പറയും, അമ്മയോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്തായിരുന്നു അമ്മേ അച്ഛന്റെ പേര്? അപ്പൊ ശാലിനി ഒന്നുകൂടെ ഞെട്ടും. വെൽക്കം എഴുതിയിട്ട് അച്ഛന്റെ പേര് എഴുതണ്ടേ, എന്നാലല്ലേ അച്ഛന് മനസ്സിലാവോ അച്ഛനെ സ്വീകരിക്കാനാ ഇത് എഴുതിയിരിക്കുന്നതെന്ന്. ശാരദാമ്മ പറയും, അച്ഛനൊന്ന് വരുന്നു പറഞ്ഞാ മോളി കാണിച്ചു കൂട്ടുന്നത്. എനിക്കറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു. ശാലിനിക്കും അച്ഛൻ വരുന്ന മോളോട് ആരാ പറഞ്ഞത്? ഈശ്വരൻ ഇന്നലെ അമ്പലത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു എന്റെ അച്ഛൻ ഇന്ന് വരുന്ന്. അച്ഛന്റെ പേര് ഒന്ന് പറയാമേ, ഞാൻ ഇവിടെ ഒന്ന് എഴുതട്ടെ. ഈ സമയം സത്യയുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വിഷ്ണുവാണ്. വിഷ്ണു ഇങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിനി പറയും, എനിക്ക് വയ്യമ്മേ ഇതിങ്ങനെ. ശാരദാമ്മ പറയും, ഈ കുഞ്ഞു മനസ്സിലെ അച്ഛനോടുള്ള സ്നേഹവും കാണാനുള്ള ആഗ്രഹവും കൂടി വരെയുള്ളൂ മോളെ. കണ്ടില്ലേ എന്ത് നിഷ്കളങ്കമായ അവൾ ഓരോന്ന് ചെയ്യുന്നേന്ന്. ഇന്ന് അവളുടെ അച്ഛൻ അവളെ കാണാൻ വരുന്നുള്ള പ്രതീക്ഷയാ. ആ പ്രതീക്ഷ കെടുത്താൻ നമ്മളെ കൊണ്ടാവില്ല. ഇതൊരു കനലാണ്, സത്യയുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു കനല്. ഇതിങ്ങനെ എരിഞ്ഞു നിൽക്കും അവളുടെ സ്വന്തം അച്ഛനെ കാണുന്നത് വരെ. അപ്പൊ സത്യയ്ക്കും എന്താ സ്വകാര്യം? ശാരദാമ്മ പറയും, അപ്പൊ സത്യയ്ക്കും അച്ഛന്റെ പേര് പറയണ്ടെന്ന് തന്നെയല്ലേ? ശാലിനി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുമ്പോ സത്യ പറയും, അപ്പൊ അച്ഛന്റെ പേര് പറഞ്ഞു തരില്ല. വേണ്ട, ഞാൻ അച്ഛനെന്ന് എഴുതിക്കോളാം. ശേഷം ചുറ്റിലും നോക്കിയിട്ട് പറയും, എന്താ ശാരദാമ്മ ഇത്, എന്തൊരു ചവറ കിടക്കുന്നത്? പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ടാലേ എന്താ ഇത്? അച്ഛൻ വന്ന് കണ്ടാലും പറയില്ലേ 3 പെണ്ണുങ്ങളുള്ള വീടല്ലേ ഇതെന്ന്. ശാരദാമ്മ ഇങ്ങനെ വാ പൊത്തി വെച്ച് നിക്കണേ. സത്യ പറയും, സാരമില്ല, ഞാൻ തന്നെ അടിച്ചു വാരിക്കോളാം.
പറഞ്ഞിട്ട് ചൂലെടുക്കാനായിട്ട് ഓടിപ്പോവണേ. ശാരദാമ്മ വേണ്ട മോളെ സത്യേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സത്യ ചൂലൊക്കെ എടുത്തു കൊണ്ടുവന്ന് അവിടെയൊക്കെ അടിച്ചു കയറാണ്. ശാലിനിക്ക് സങ്കടാവും. എനിക്കിതൊക്കെ കണ്ട് പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവും. ശാരദാമ്മ ഭഗവാനെ ഈ സങ്കടങ്ങൾ ഞങ്ങൾ എങ്ങനെ അതിജീവിക്കുക എന്ന് പറഞ്ഞു നിൽക്കണേ. സത്യ അവിടെയൊക്കെ ക്ലീൻ ചെയ്യണേ. അച്ഛൻ വരുന്നുള്ള സന്തോഷത്തില് ശാലിനി ഇങ്ങനെ സങ്കടത്തോടു കൂടെ അകത്ത് നിൽക്കണേ. ശാരദാമ്മ അത് നോക്കി നിൽക്കല്ലാതെ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ സത്യ അവിടെ മുറ്റൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. വെൽക്കം അച്ഛൻ എന്നും എഴുതി കഴിഞ്ഞു. ശേഷം സന്തോഷത്തോടു കൂടി വിഷ്ണു അതായത് അച്ഛൻ വരുന്നതും കാത്തിങ്ങനെ നിൽക്കണേ. ആ ഗേറ്റിന്റെ അവിടെ പോയി കണ്ണും നട്ട് നോക്കി നിൽക്കണേ. നല്ല സന്തോഷമുണ്ട്. പതിയെ പതിയെ ആ ഒരു പുഞ്ചിരി ഇങ്ങനെ ഇല്ലാണ്ടാവുക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണ്. അവിടെ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. രോഹിത്തും ശ്യാമയും പപ്പിയും ഭാമയും രാഘവേട്ടനും എല്ലാരും. വിഷ്ണു ഇങ്ങനെ ഒരുങ്ങി താഴേക്ക് വരിക. വിഷ്ണു എന്ന് നോക്കുമ്പോ ഒരാൾ പത്രം വായിക്കുന്നു. ബാക്കി എല്ലാരും ഫോണില് ശ്യാമ മോളെ പഠിപ്പിക്കുന്നു. എല്ലാവരും കാര്യമായിട്ടുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു. പപ്പിയോടേക്കും നീയും വലിയ പഠിപ്പിലാണോ? ശ്യാമ പറയും എവിടെ, ഞാൻ വരുമ്പോ പടം വരച്ചോണ്ടിരിക്കുക. അതിന് അച്ഛൻ സപ്പോർട്ടും. രാഘവേട്ടൻ പറയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ കുട്ടികൾ വളരേണ്ടത്, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാ, എന്നാലേ അവർക്കത് ആസ്വദിക്കാനാവൂ. ദാ എന്റെ പപ്പിമോള് വരയ്ക്കാൻ നല്ല മിടിക്കുക, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഭാമ പറയും ഇനി അവളെ എല്ലാത്തിലും മിടിക്കാവൂ. അവൾക്ക് വേണ്ടിയുള്ള ആയുഷ് ഹോമം നല്ല രീതിയിലല്ലേ നമ്മൾ നടത്തിയത്. ഇനി പഠനത്തിലാണെങ്കിലും വരയിലാണെങ്കിലും എല്ലാത്തിലും മുന്നിലായിരിക്കും പപ്പിയുടെ സ്ഥാനം. രാഘവേട്ടൻ പറയും അത് നീ പറഞ്ഞത് സത്യമാ. ആ ഹോമം കഴിഞ്ഞപ്പോ ഈ കുടുംബത്തെ ബാധിച്ചിരുന്ന എല്ലാ ദുർമൂർത്തികളും കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലാ. അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴായിരിക്കും കാറിലെ ഒരാൾ അങ്ങോട്ട് വരുന്നത്. സുസ്മിത. രോഹിത് പറയും അതെ അതെ, ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും ഇപ്പൊ നല്ല പുരോഗതി ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പറയാണ്ട് തന്നെയാ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. രാഘവേട്ടൻ പറയും അതാണ് എന്ന് പറഞ്ഞിങ്ങനെ എല്ലാരും സന്തോഷിച്ചു. സുസ്മിത അകത്തേക്ക് കയറി വരുന്നത് രാഘവേട്ടനാ കാണുന്നത്. ചിരിച്ചോണ്ട് പറയും അങ്ങനെ എല്ലാ ദുർമൂർത്തികളും ഒഴിഞ്ഞു പോയിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തു. ചില യക്ഷികൾ ഇപ്പോ ഇവിടെ വട്ടം ചുറ്റി നടപ്പുണ്ട്. ഇതെന്താ പറയണെന്നുള്ള രീതിയിൽ നോക്കുമ്പോ രാഘവേട്ടൻ പറയും സംശയം ഉണ്ടെങ്കിൽ ദാ കണ്ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് എല്ലാരും നോക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന വിഷ്ണുവും സുസ്മിതയെ കാണുമ്പോ അങ്ങ് ദേഷ്യം വരിക. അമ്മേ ഇവളെന്താ ഇവിടെ, അമ്മ വിളിച്ചായിരുന്നോ? ബാബ പറയും അതിന് ഇവളൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടാണോ കയറി വരുന്നത്? ഗുഡ് മോർണിംഗ് ബാമേന്റി എന്ന് പറഞ്ഞ് സുസ്മിത അടുത്ത് വന്നങ്ങ് നിൽക്കും. ബാബ പറയും നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സുസ്മിത പറയും ഞാനിവിടെ കയറി താമസിക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല, എനിക്കറിയാവുന്ന സത്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. വിഷ്ണു പറയും ഡി ഇവിടെ ആർക്കും നിന്റെ സത്യങ്ങൾ അറിയണ്ട. സുസ്മിത പറയും വിഷ്ണുവേട്ടന് അറിയണ്ടായിരിക്കും, പക്ഷെ ഇവിടെയുള്ളവർക്ക് അറിയണം, അത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ. ശ്യാം പറയൂ ഇവള് ജയിലിൽ കിടന്നിട്ടും ഒന്നും പഠിച്ചില്ലെന്ന് തോന്നുന്നു. സുസ്മിത പറയും ഡി എന്ത് പഠിക്കാനാ? ഞാനവിടെ പഠിക്കാൻ പോയതല്ല, പഠിപ്പിക്കാൻ പോയതാ. എന്റെ പഠിപ്പിന്റെ ആഴവും വലിപ്പമൊക്കെ നോക്കാൻ നീ ആയിട്ടില്ല ശ്യാമേ, പക്ഷെ നിന്റെ ഈ ജീവിതത്തിന്റെ അടിവേര് അറുത്ത് കളയാൻ എന്റെ ഒരു ഒറ്റ വാക്കു മതി. ഇത് കേൾക്കുമ്പോ തന്നെ ശ്യാമയ്ക്ക് അല്പം പേടിയാവുന്നുണ്ട്. ആ ഒരു വാക്കും കൊണ്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കില്ല നീ. ശ്യാമയ്ക്കിപ്പോ പേടിയാവുന്നുണ്ട്. ഈശ്വര ഇവളെന്ത് ഭാവിച്ചാ? എന്തോ ഒരു പിടിവള്ളി ഇവളുടെ കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര തന്റെ അടുത്തോട് കൂടി ഇവളിവിടെ വന്നിങ്ങനെ നിൽക്കില്ല. എന്തായിരിക്കും അത്? സുസ്മിത ഇങ്ങനെ ശ്യാമേനെ തന്നെ നോക്കി നിൽക്കണേ. രാഘവേട്ടൻ ചോദിക്കും ബാമേ എന്താ ഇത്? നമ്മുടെ വീട്ടിൽ കയറി വന്നേ ഇവിടെ ഉള്ളവർക്ക് നേരെ ശബ്ദം ഉയർത്താൻ ആരും ഇവൾക്ക് അധികാരം കൊടുത്തത്? ഇവളെ ഈ വീടിന്റെ പടി ചവിട്ടിക്കരുതെന്ന് ഞാൻ ഭാമയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇറക്കി വിടവളെ. ഭാമ ഇങ്ങനൊന്നും പറയുന്നില്ല. വിഷ്ണു പറയും ഡി നിന്നെവിടെ ആർക്കും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നീ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആളുമില്ല, എന്നെ വിട്ടോ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. സുസ്മിത പറയും മനസ്സില്ല. വിഷ്ണുവേട്ടൻ എന്ത് ചെയ്യും? സുസ്മിത വന്നിരിക്കുന്നത് എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ടേ പോവൂ, അത് വിഷ്ണുവേട്ടൻ കേൾക്കുകയും ചെയ്യും. രോഹിത്തിന് ദേഷ്യം വരും. ഇങ്ങനെ പറഞ്ഞാലൊന്നും ഇവൾ ഇവിടുന്ന് പോവില്ല ബ്രോ, ഇവളുടെ വാടപ്പിക്കണെങ്കിലേ നല്ല കൈക്കരുത്ത് തന്നെ പ്രയോഗിക്കണം, ഇറങ്ങടി ഇവിടുന്ന്. അതില് സുസ്മിത പറയും ഇളമുറ തമ്പുരാനെ ശബ്ദം വെച്ചല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ സാന്നിധ്യം പോലും അറിയാൻ പറ്റില്ല. ഈ ശബ്ദം വെക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ നിന്റെ ആ വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ നട്ടലുകൊണ്ട് സുസ്മിതയുടെ അടുത്ത് കൈക്കരുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ. അതേ രോഹിത്തൊട്ടി എന്ന് വിളിക്കുമ്പോ സുസ്മിത വിരൽ ചൂണ്ടിട്ട് പറയും വിവരം അറിയുന്നീ, നിന്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യങ്ങൾ അറിയിക്കാൻ തന്നെയാ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോ ശ്യാമ അങ്ങ് ഞെട്ടണേ. ശ്യാമ മാത്രല്ല രോഹിത്തും വിഷ്ണു എല്ലാവരും ഇത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുസ്മിത ആ രഹസ്യം പറയോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല, എന്തായാലും പറയുന്നത് തന്നെ വിശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്